ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു മുറുക്ക്. അതിന് ഞാനിവിടെ വറുത്ത അരിപ്പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്, 2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇത് തലേദിവസത്തെ ചോറ് അധികം വന്നതാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മുറുക്കാണ്, നല്ല ക്രിസ്പി ഒക്കെ. ഇത് 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി. ഇനി ഇത് എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് മിക്സിയിലിട്ട് ഒന്ന് ആദ്യം പൾസ് മോഡിലിട്ടൊന്ന് പൊടിച്ച പോലെ ആക്കിയിട്ട് മതി സ്പീഡ് കൂട്ടി അരച്ചെടുക്കുന്നത്. ഇതേണ്ട കണ്ടോ, മാവ് പോലെ തന്നെ നമുക്ക് കിട്ടും. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വെക്കും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. അത് കൈകൊണ്ടൊന്ന് തിരുമിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ ഇരുന്ന ബട്ടർ ആയതുകൊണ്ട് ഇച്ചിരി കട്ടി പോലിരിക്കുന്നത്. അത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ മാവ് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ഈ എള്ളും അയമോദകവും ബട്ടറും ഒക്കെ വരത്തക്ക രീതിയിൽ നമുക്ക് ആ മാവൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. പിന്നെ ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നെയ്യോ പിന്നെ ഓയിലോ ചേർത്ത് കൊടുത്താലും മതി. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സേവനാഴിയിലോട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അത് സ്റ്റാർ പോലെ തച്ച് തന്നെ ഇട്ടിരിക്കുന്നത്. ഇനി ഇത് സാധാരണ മുറുക്കുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറുക്കിൻ്റെ ഷേപ്പിൽ അങ്ങ് ഉണ്ടാക്കി എടുത്തേ ഉള്ളൂ. അതൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മുറുക്കുകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുറുക്കെന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതെല്ലാം ട്രൈ ചെയ്യാം. വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലോട്ടാക്കിക്കൊണ്ട് ഈ ഓരോ മുറുക്ക് വീതം ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ മുറുക്കും ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടണം. ലോ ഫ്ലെയിമിലിരുന്നാലേ ഈ മുറുക്ക് എണ്ണ പിടിക്കും. ഹൈ ഫ്ലെയിമിൽ ഇരുന്നാലേ കറക്റ്റായിട്ട് ഇത് മൂത്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ അതിൻ്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇതങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഒരു ട്രിപ്പ് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെയും കോരി മാറ്റാം. ഇച്ചിരി സ്പൈസി ആയിട്ട് എരിവൊക്കെ ഉള്ളതുകൊണ്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഈ മുറുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുന്ന എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്നെ കണ്ടോ, പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലോ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.